ഇനി സ്കൂളിൽ പോയി പഠിക്കേണ്ട എന്ന തീരുമാനത്തിൽ പാരന്റ്സ് എടുക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം. യെസ്, അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അതോ ഒരു സ്കൂൾ കാലഘട്ടം അതിപ്പം ഒരു 10 വർഷം മുമ്പ് പഠിപ്പിച്ച കാര്യം തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഈ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ സംഭവമല്ല കേട്ടോ. അതൊരു ഹയർ ഓർഡർ പ്രോബ്ലം ആണ്. അതായത് സാധാരണ സ്കൂളിൽ പറഞ്ഞയക്കുന്നതാണ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ജോബ്. അതായത് വലിയ പണിയൊന്നുമില്ല, സ്കൂളിൽ വിട്ടാൽ മതി, ഒരിക്കൽ അങ്ങ് വിട്ടാൽ ബാക്കി അവർ നോക്കിക്കോളും എന്നുള്ളത്. ഹോം സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ആരെടുത്തേക്കും വിടുന്നില്ല, നമ്മളെ റെസ്പോൺസിബിലിറ്റിയിലാണ്. അപ്പോൾ പാരൻസിന്റെ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഇതിൽ വലിയ റോള് വഹിക്കും. ഇപ്പൊ നമുക്ക് കുട്ടീനെ ഹോം സ്കൂൾ ചെയ്യാന്ന് വെറുതെ തീരുമാനിച്ചിട്ട് വീട്ടിലിരുത്തിയാൽ പോരാ. ഈ കുട്ടിക്ക് ലോകത്തുനിന്ന് കിട്ടേണ്ടുന്ന ഒരുപാട് അറിവുകളൊക്കെ നൽകാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം. സാധാരണ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫാക്ടറി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഓരോ കുട്ടിയെയും അതിന്റെ ഔന്നത്യത്തിൽ എത്തിക്കുക എന്നുള്ളതിലുപരിയായിട്ട് എല്ലാവർക്കും മിനിമം എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗോള്. അതന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറയൽ എന്താ വെച്ചാൽ ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സിലബസ് ഉണ്ടാകും. ആ സിലബസ് അതിനൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ടീച്ചർ വന്ന് അത് പഠിപ്പിക്കും. കുട്ടിക്ക് അത് എത്തിക്കണമെന്ന് അറിയാൻ നമ്മൾ എക്സാം നടത്തിയിട്ട് ടെസ്റ്റ് ചെയ്യും. ഇതാണ് നോർമൽ എക്സാം ഇതിന്റെ ഒരു പ്രൊസീജിയർ. പക്ഷെ ആ സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഇന്നത്തെ കാലത്തിന്റെ എല്ലാ ചേരുവകളും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു പൊതുബോധം ഉണ്ടാവാനാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ജോഗ്രഫി അറിയണം, ഹിസ്റ്ററി അറിയണം. കാരണം നമ്മുടെ ചരിത്രമാണ് നമ്മുടെ വേരുകൾ അല്ലേ. നമ്മുടെ ജോഗ്രഫിയാണ് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ബന്ധം. നമ്മളെ പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ സോഷ്യോളജിയോ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സമൂഹവുമായിട്ട് എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ് ആണ് നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയാന്നുള്ളത് ആ പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അവിടെ ഞാൻ സ്കൂളുകളെ പൊതുവിൽ വിമർശിക്കാറുള്ളത് അത് ഗ്രോസിലി എന്താ പറയുക ഇനാഡിക്വേറ്റ് ആണെന്നുള്ളൊരു പോയിന്റ് എന്നാണ്. അതായത് ഒരുപാട് കൂടുതൽ വേണം, സ്കൂളിന്റെ ഫെസിലിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അവിടെ ഇപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പുതിയ ജനറേഷൻ പോരാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് കമന്റ് ചെയ്യണില്ലേ. പക്ഷെ എൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ജനിച്ചു വരുന്നേ ഉള്ളൂ, അവർക്ക് കുറച്ചേ ലോകം കണ്ടിട്ടുള്ളൂ. അവർ കൂടുതലും ലോകം കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരെ ആരും മെന്റർ ചെയ്യുന്നില്ല, ഇത് കാണണം അത് കാണണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ലോകക്രമം, ഇതാണ് ശരി ഇതാണ് തെറ്റ്, അങ്ങനത്തെ ഒരു മെന്ററിങ് ഒന്നും ഇവർക്ക് കിട്ടണില്ലല്ലോ. ഇവർ ഒരു അൺലിമിറ്റഡ് ആക്സസുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മാർക്കോ സിനിമ ഭയങ്കര വയലന്റ് സിനിമയാണ്, അതുകൊണ്ട് 18+ കാറ്റഗറിയിലാണ്, അതുകൊണ്ട് ചെറിയ കുട്ടികളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതൊരു കോമഡി അല്ലേ. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഇതിലും വയലന്റ് ആയിട്ടുള്ള സിനിമകൾ യൂട്യൂബിൽ നിന്നും മറ്റുള്ളതും എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അവർ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ആക്സസ് കട്ടായിട്ടൊന്നുമില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് കുറവുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു മാനസിക പക്വതയാണ്. അതായത് അവർക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് നല്ലത് ഏതാണ് മോശം ഏതാണ് അല്ലെങ്കിൽ തമ്മിൽ ഭേദം ഏതാണ് ഇങ്ങനെയൊക്കെ തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു പക്വത അവർക്ക് ഉണ്ടാവില്ല. അത് കൊടുക്കാൻ നമ്മുടെ സ്കൂളുകൾക്ക് കഴിയുന്നില്ല. ഇതാണ് ആക്ച്വൽ പ്രശ്നം. സ്കൂളുകൾ പോരാന്ന് പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. നമ്മളെ കുട്ടികൾക്ക് ഇന്നത്തെ ലോകത്ത് ഈ അബണ്ടന്റ് ആയിട്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ജനറേഷൻ ഇതിന് മുൻപുണ്ടായിട്ടില്ല. അപ്പൊ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത്ര ഇൻഫോർമേഷൻ ഇല്ല. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഇൻഫോർമേഷൻ അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ ഇത്ര ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഈ ഇൻഫോർമേഷന് എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല.